നമസ്കാരം. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്നതിനെ വിലക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മോദി ധ്യാനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണമായി കണക്കാക്കാൻ ആവില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ മോദി ധ്യാനമിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒക്കെ പരാതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നത്. ധ്യാനം വിലക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ പരാതി. എന്നാൽ ഈ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു. കാരണം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലുള്ള ധ്യാനത്തിൻ്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് CPM അതിനോടൊപ്പം രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടി CPM തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കത്ത് നൽകണമെന്ന് പറയുകയുണ്ടായി. അതുമാത്രമല്ല മോദി ധ്യാനമിരിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ് എന്നും എന്നാൽ രാഷ്ട്രീയ താൽപ്പര്യത്തിന് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നുകൂടി ആ കത്തിൽ പറയുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് അവസാനിക്കും മുൻപ് വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള ഒരു ശ്രമമാണ് മോദി ഇതിലൂടെ നടത്തുന്നത് എന്നാണ് CPM പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കൊഴിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുന്ന മോദി ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. കന്യാകുമാരി ദേവീക്ഷേത്രത്തിലെ ദർശനം നടത്തിയതിനു ശേഷം വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ധ്യാനമിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 3 ദിവസങ്ങളിലായി ഏകദേശം 45 മണിക്കൂറാണ് ധ്യാനം. 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ വരവിനോട് അനുബന്ധിച്ച് തന്നെ കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവേകാനന്ദ പാറയിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയ്ക്കടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2000-ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായിട്ട് ഒരുക്കിയിട്ടുള്ളതും അവിടെ. കന്യാകുമാരി ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഹെലികോപ്റ്ററിൻ്റെ ട്രയൽ റൺ അടക്കം നടത്തിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ദിവസമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ഇപ്പോൾ ധ്യാനമിരിക്കുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി എത്തിച്ചേരുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ ജൂൺ 1 വൈകിട്ട് വരെയാണ് മോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം പൂർത്തിയാകുന്നത്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പ്, അതായത് ശനിയാഴ്ചയാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. പരസ്യ പ്രചാരണം പൂർത്തിയാകുന്നത് മുതൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് മോദിയുടെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ 1-ാം തീയതിയാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ്. അതിന് അത്രയും ദിവസം, അതായത് 45 മണിക്കൂറോളം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനമിരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.